തൊപ്പി ഒരിക്കൽ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് പോലീസ് വന്ന ഡോറ് പൊളിച്ച് ഒരു അത് കുറേ ആയില്ല, ഇൻസിഡന്റ് ഉണ്ടായി. 2-3 വർഷം അല്ല, 3 വർഷം മുന്നേ എനിക്ക് തോന്നുന്നു തൊപ്പി അതിനെപ്പറ്റി എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. അതെന്ന് വെച്ചാൽ ആ സമയത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നെ കൂടുതൽ പുറത്തുനിന്ന് ഗെയിമേഴ്സ് അല്ലാണ്ട് പുറത്ത് ആൾക്കാർ അറിഞ്ഞത് അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ കേസ് വന്ന് പോലീസ് പിടിച്ചു എന്നിട്ട് ഇപ്പോൾ ഈ ഇടക്ക് വേടനെ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എല്ലായിടത്തും അത് എത്തിയില്ലേ. അതുപോലെ അതുപോലെ പോലീസ് ഒന്നല്ല. പിടിച്ചാൽ ഭയങ്കര പബ്ലിസിറ്റി. പോലീസ് പിടിച്ചാൽ ഭയങ്കര, എൻ്റെ ആ സമയത്ത് ഭയങ്കര എനിക്ക്, അതായത് ആ സമയത്ത് എനിക്ക് കുട്ടികൾ മാത്രമേ എനിക്ക് ഓഡിയൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം എനിക്ക് ഈ മുതിർന്ന ആൾക്കാർ ഓഡിയൻസ് വന്നത് എന്നെ പോലീസ് പിടിച്ചതിന് ശേഷം. അത് പക്ഷേ ഒരു കേസാണ്, അത് പറയാൻ കൊള്ളാത്ത അത് കേസ്. ഒരു എങ്ങനെയാ? വളിക്കേസ് എന്ന് പറയും, വളിക്കേസ്. അതായത് ഞാൻ മലപ്പുറത്തൊരു ഉദ്ഘാടനത്തിന് പോയി. അവിടെ ആ സമയത്ത് ഞാൻ ഭയങ്കര ക്രേസി മൈൻഡാണ്. എനിക്ക് എവിടെയും ആരോടും റെസ്പെക്റ്റ് ഇല്ല, എവിടെയും പോയി എന്തും വിളിച്ചു പറയാം, അങ്ങനത്തെ ഒരു മൈൻഡാണ്. അപ്പം അവിടെ അത്രയും ആൾക്കാർ കൂടി വെക്കുന്നിടത്ത് ഞാൻ വണ്ടീൻ്റെ മുകളിൽ കയറി നിന്ന് ഒച്ചത്തിൽ വളിപ്പാട്ട് പാടി. അതായത് ഒരു പാട്ട് പാടി. അതിൽ മീൻസ് ഈ വളി എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പം ആലോചിക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പരിപാടി ആയിരുന്നു. പക്ഷെ അത്ര വലിയ തെറ്റൊന്നും എനിക്കൊരു ക്രൈമായിട്ടൊന്നും എനിക്ക് ഇപ്പോഴും തോന്നില്ല. ഒരു ക്രൈമല്ല എന്തായാലും. പക്ഷേ എൻ്റെ മോനെ ആ സമയത്ത്, ഇപ്പം ഞാനിത് ചിരിച്ചുകൊണ്ട് പറയുന്നല്ലേ, ആ സമയത്ത് ഈ ഒരു വളി എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ എൻ്റെ വീട്ടിൽ വന്ന് വീടിൻ്റെ ഡോറ് തല്ലിപ്പൊളിച്ച് ഒരു 5-10 പോലീസുകാർ, 2 വണ്ടി പോലീസുകാർ പിടിച്ച് വലിച്ചയച്ച് കൊണ്ടുപോയി. ഞാൻ ലൈവായിരുന്നു ആ സമയത്ത്. എനിക്കറിയാം ഇവന്മാർ പണി തരാൻ വരുന്നത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ലൈവ് തുറന്നു വെച്ചു. ഞാൻ ഒരു തെറ്റും ചെയ്യാണ്ട് തന്നെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ വേറെന്തോ കേസ് മറക്കാനോ വേറെന്തോ അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടാവും. അപ്പം അത് മുങ്ങുമല്ല ഇങ്ങനൊരു കേസ് വാർത്തയിലേക്ക് വരുമ്പോൾ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തോ പരിപാടിയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇത് മുൻകൂട്ടി കണ്ടിരുന്നു. അപ്പം ഡോറിന് സൗണ്ട് ഒച്ചപ്പാടും വെള്ളം കേട്ടപ്പോൾ തന്നെ ഞാൻ ലൈവ് ഓണാക്കി വെച്ച്. അങ്ങനെ പോലീസുകാർ വന്ന് ഒരു മഫ്തിയിൽ കുറച്ച് ആൾക്കാർ, അധികം ആൾക്കാരും യൂണിഫോം ഇല്ലാത്ത ആൾക്കാരാണ്. അല്ല, യൂണിഫോം ഉണ്ട്, ബൂട്ട്സ് ഉണ്ടായിരുന്നു, യൂണിഫോം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു 5-10 ആൾക്കാർ ഒരുമിച്ച് കയറി വന്ന്. അതിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടോ പുള്ളി, ഞാൻ പേര് പറയുന്നില്ല, മാൻ ഒരു തല്ലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ആ സമയത്ത് എൻ്റെ മുടി മറ്റേതായിരുന്നു, വലിയ ഡ്രെഡ് ലോക്സ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഇവർക്ക് എന്തോ എന്നെ ഒരു നികൃഷ്ട ജീവിയായിട്ട് തോന്നുന്നുണ്ടാവും. ഒരു പാറ്റയോ ഒരു കൂറയെല്ലാം പോലെ ഇങ്ങനെ 2 കൊമ്പലായിട്ട്. അപ്പോൾ ഇത് രണ്ടും പിടിച്ച് വലിച്ചിട്ടാണ് എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത്. അതായത് എൻ്റെ ആ മുടി പിടിക്കാൻ നല്ല ഗ്രിപ്പാന്ന് തോന്നുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. അത് പിടിച്ച് വലിച്ച് വെച്ചിട്ടാണ് എന്നെ ജീപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ കുറേ തല്ലി അവിടെ ഇട്ട് തന്നെ തല്ലി. അതായത് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അധികം പെരുമാറിയില്ല, അവിടെ ഇട്ടിട്ട് തന്നെ നല്ല തല്ലി പിടിച്ച് കൊണ്ടുപോയി. അവിടെ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന പണ്ടത്തെ 3 കൊല്ലം മുന്നുള്ള വീഡിയോയിൽ എടുത്ത് നോക്കിയാൽ കാണാം. ഞാൻ ഇങ്ങനെ ഞൊണ്ടിയിട്ടാണ് നടക്കുന്നത്, കാലെല്ലാം പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പം ഞാനിത് ചിരിച്ചിട്ട് പറയുമെന്ന് നോക്കണ്ട കേട്ടോ. ആ സമയത്ത് അത് ഭയങ്കര ട്രോമയായിരുന്നു. അതൊരു ആലോചിക്കുമ്പം തന്നെ ഒരു അവസ്ഥയാണത്. അങ്ങനെ എന്താ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു ദിവസം ഫുള്ള് ആടെ സെല്ല്, പിന്നെ കുറേ ഇൻ്ററഗേഷൻ, അങ്ങനെ കുറേ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ജാമ്യത്തിൽ ഇറങ്ങി. ഇപ്പോഴാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നതെങ്കിൽ എനിക്കൊരിക്കലും അങ്ങനത്തെ സിറ്റുവേഷൻ വരില്ലായിരുന്നു. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ആരും അറിയില്ല, എനിക്ക് സീറോ കണക്ഷൻസ്, അല്ലെങ്കിൽ സീറോ, എനിക്ക് വക്കീലില്ല, ഒന്നുമില്ല. എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയുന്നതിന് മുന്നേ അവരെന്നെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി. മനസ്സിലായി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സമയത്താണ് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം ആ ടൈമിൽ എനിക്ക് തന്നെ തോന്നിപ്പോയി, അയ്യോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താ, അങ്ങനെ എനിക്ക് തന്നെ തോന്നിപ്പോയി, ഞാൻ എന്തൊരു ക്രൈം ചെയ്തെന്നുള്ളൊരു തോന്നലൊന്നു പോയി. പിന്നെയെന്ന് വെച്ചാൽ ഏറ്റവും ഒരു കോമഡി ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം ഇതൊക്കെ കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞല്ലോ. ഇപ്പം കഴിഞ്ഞ ഒരു മാസം മുന്നോ 2 മാസം മുന്നോ ഞാൻ ഈ കല്ലൂർ സ്റ്റേഡിയത്തിൽ ഷട്ടിൽ കളിക്കാൻ പോകും. അപ്പം ഞാൻ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസ് ജീപ്പ് വന്ന് നിർത്തി. എന്നിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു അടുത്ത എന്തോ ഇതായി സിനാൻ ചോദിച്ചിട്ട് നിൽക്കാം. അത് വന്നിട്ട് ഒരു 3-4 പോലീസുകാർ ഒരുമിച്ച് വന്ന് സെൽഫിയെല്ലാം എടുത്തിട്ട് പോയി. അത് ഭയങ്കര അത് ഭയങ്കര മെമ്മറബിൾ സംഭവം. നേരത്തെ എന്നോട് ചോദിച്ചില്ലേ ഈ ഫാൻ മൊമെന്റ്സിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് അതാണ് ഞാൻ ഓർത്തെടുക്കാൻ വിട്ടുപോയ കാര്യം ഇതാണ്. കുറച്ച് പോലീസുകാർ വന്ന് ഒന്നിച്ച് ഫോട്ടോ എല്ലാം എടുത്തിട്ട് പോയത്. അത് ഭയങ്കര ഇതായിരുന്നു. ഗെയിമിങ്ങിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളോട് തൊപ്പിക്ക് എന്താ പറയാനുള്ളത്? ഗെയിമിങ് എന്നല്ല, പൊതുവെ ഗെയിമിംഗ് ആയാലും സ്ട്രീമിംഗ് ആയാലും എല്ലാം പെൺകുട്ടികൾ വളരെ കുറവാണ്. പക്ഷെ പുറം രാജ്യങ്ങളിലൊന്നും അങ്ങനല്ല. പുറത്ത്
പുറത്തെ കാര്യം വിട്, ഇവിടെ നോർത്ത് ഇന്ത്യയിൽ തന്നെ അത്രയും കുറേ ഈ ബോയ് സ്ട്രീമേഴ്സിനല്ല ബോയ് ഗെയിമേഴ്സിനെക്കാളും ഫേമസ് ആയിട്ടുള്ള ഗേൾ സ്ട്രീമേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെന്തോ ആൾക്കാർ, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ലേ, ഈ മേഖലയിൽ കോമ്പറ്റീഷൻ ഇല്ല, അല്ലെങ്കിൽ ആരും വരുന്നില്ല, അതാണ് പ്രശ്നം. ഇവിടെ കുറേ ഓപ്പർച്യൂണിറ്റികളുണ്ട്, ഗെയിമിങ്ങിലായാലും സ്ട്രീമിങ്ങിലായാലും കുറേ ഓപ്പർച്യൂണിറ്റികളുണ്ട്. പുറത്തെല്ലാം അത്രയും ഗേൾ സ്ട്രീമേഴ്സ് ഉണ്ട്, അത്രയും ഗേൾ ഗെയിമേഴ്സ് ഉണ്ട്, അവരെല്ലാം അത്രയും റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ആരും അത് ചിന്തിക്കുന്നുമില്ല. അതെന്തോ മോശം കാര്യമായിട്ട് അങ്ങനെ ചിന്തിക്കുന്നത് എനിക്കറിയില്ല. ഇതിലെന്താ മോശമുള്ളത്, അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു സ്ട്രീം ചെയ്യുന്നതിൽ എന്താ മോശമുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കുറേ പെൺകുട്ടികൾ ഇപ്പം പാട്ട് പാടാനും അല്ലെങ്കിൽ ഡാൻസ് പഠിക്കാനും ഇറങ്ങുന്നു, മനസ്സിലാവും. അപ്പോൾ ഈ പാട്ട് പാടുന്നതിനേക്കാളും ഡാൻസ് കളിക്കുന്നതിനേക്കാളും ഒരു 10, 20, 30 ഇരട്ടി റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല എന്തുകൊണ്ട് അവർ തിരഞ്ഞെടുക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം മെഹറെല്ലാം ഞാൻ അല്ല അങ്ങനെ പറയല്ല, മെഹറിനെല്ലാം ശരിക്കും ഒരു സ്ട്രീമറാവാം. സ്ട്രീമറാകാൻ വേറെ പ്രത്യേകിച്ച് വലിയ കഴിവുകളൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ കുറച്ച് സംസാരിക്കാൻ അറിയണം, അത്രേ ഉള്ളൂ. ആൾക്കാരെ നിർത്താണ്ട് ഇങ്ങനെ സംസാരിച്ച് പോകാൻ അറിയണം. അത് മെഹറിന് കഴിവുണ്ട്, ഉണ്ട് ഓഫ് കോഴ്സ്. ഇല്ല പൊക്കുന്നല്ല ഞാൻ പറയുന്നത് വെച്ചാൽ ഏത് പൊട്ടനും സ്ട്രീമർ ആകാന്നാ ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായി? അത് വേണ്ട കട്ടിയല്ല, അതെന്തായാലും ഇടണം, അത് തഗ് വരും, അത് സീൻ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് മെഹറിന് ഏത് പൊട്ട ഞാൻ പറഞ്ഞ വെച്ചാൽ മെഹറിന് സ്പെസിഫൈഡ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്. ആർക്കും അല്ല ആർക്കും ആണെങ്കിലും ഇതിലേക്ക് ഇറങ്ങാം. ഇതിന് പ്രത്യേകിച്ച് ടാലന്റോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഇത് വേണമെന്ന് എനിക്ക് തോന്നില്ല. എനിക്കൊരു ടാലന്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല. എനിക്ക് കുറച്ച് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, കുറച്ച് സംസാരിക്കാനുള്ള കഴിവുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത്യാവശ്യം സംസാരിക്കാനുള്ള അത്രേ വേണ്ടു. സ്ട്രീമർ ആകാൻ ഗെയിമർ ആകാൻ അത്ര, പിന്നെ ഗെയിം കളിക്കാനുള്ള സ്കിൽസ് അത് വേണം. സത്യം പറഞ്ഞാൽ ഇപ്പോഴുള്ള ഫേമസ് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യയിലെ സ്ട്രീമേഴ്സിന് ആർക്കും 1 million 2 million സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഫീമെയിൽ സ്ട്രീമേഴ്സ് ഉണ്ട്, പുറം രാജ്യങ്ങളിലും പുറത്തെ സ്റ്റേറ്റ്സിലുള്ള. ഇവർക്ക് ആർക്കും ഒരു തുള്ളി ഗെയിം കളിക്കാൻ അറിയില്ല. ഇവരെന്ന് വെച്ചാൽ ഒരു കോസ്റ്റ്യൂം എല്ലാം ഇട്ട് അങ്ങ് ഇരിക്കും ഇവര്, മനസ്സിലാവും. പക്ഷെ അത് ഭയങ്കര, ഇവരെ ഞാൻ കളിയാക്കുന്നില്ല കേട്ടോ, അത് ഭയങ്കര ബുദ്ധിയാണ് ഇവരെന്ന് വെച്ചാൽ ഇവര് ഭംഗി കാണിച്ച് ഇവരങ്ങ് ഇരിക്കും, സംസാരിച്ച ആൾക്കാരെ ഇതാക്കി വെക്കും, മനസ്സിലാവും. അതെല്ലാം ഭയങ്കര ബുദ്ധിയാണ്. അത് വെച്ചിട്ട് എത്ര പൈസ ഉണ്ടാക്കുന്നു, മനസ്സിലാവും. ഞാൻ പറയുന്ന വെച്ചാൽ കുറച്ച് കാണാൻ ഭംഗി ഉണ്ടാവണം, അല്ലെങ്കിൽ കാണാൻ ഭംഗി ഇല്ലെങ്കിൽ സംസാരിക്കാൻ അറിയണം. സംസാരം അത്രേ ഉള്ളൂ. അപ്പം ഗെയിമിംഗ് സ്കിൽസ് എന്നാലും പറഞ്ഞാൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനേ ഉള്ളൂ. അതെല്ലാം പഠിച്ചെടുക്കാന്നേ ഉള്ളൂ. അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ബേസിക് അറിഞ്ഞാൽ മതി. ഇങ്ങനെ ചുമ്മാ കളിച്ചിരിക്കുന്നവർ തന്നെ കൂടുതൽ സംസാരിച്ച ആൾക്കാരെ എൻ്റർടൈൻ ചെയ്ത് നിർത്തിക്കുന്നുണ്ട്, മനസ്സിലാവും. അപ്പോൾ ഐ എൻകറേജ് ഓൾ ദ ഗേൾസ് ടു സ്ട്രീമിങ്. ഓക്കെ അപ്പം തൊപ്പി നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. രാത്രി 4 മണിക്കാണ് സമയം. എത്രയാ? 4 മണിയായി രാത്രി. തൊപ്പിയുടെ ഒരു ഡെഡിക്കേഷൻ എടുത്ത് പറയാണ്ട് വയ്യ. താങ്ക് യു സോ മച്ച്. ഓൾറൈറ്റ് അതെന്താ ഓൾറൈറ്റ് എന്തിനാ പറഞ്ഞപ്പോ? ഇറ്റ്സ് ഓൾറൈറ്റ് എന്നല്ലേ പറയേണ്ടത്. താങ്ക് യു പറയുമ്പോഴാ അങ്ങനെ പറയും? അതറിയില്ല, എനിക്കറിയില്ല. ഞാൻ ആ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടില്ല. ഇറ്റ്സ് ഓക്കെ എന്ന് പറയില്ലേ? താങ്ക് യു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ എന്ന് പറയില്ലേ? പൊതുവെ വെൽക്കം അല്ലേ പറയാ? ഇറ്റ്സ് ഓക്കെ അല്ല പറയോ? അല്ല ഇറ്റ്സ് ഓൾറൈറ്റ് പറയോ? നോ മെൻഷൻ എന്ന് അറിയില്ലേ? താങ്ക് യു എന്ന് പറയുമ്പോൾ നോ മെൻഷൻ എന്ന് അറിയില്ലേ? അതിന്റെ അതേ സാധനം തന്നെ ഇറ്റ്സ് ഓൾറൈറ്റ്. സോറി. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇറ്റ്സ് ഓൾറൈറ്റ്.